ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് പഞ്ചസാരയും മുട്ടയും ഒന്നും ചേർക്കാത്ത ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇവയെല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. ഈ മൈദ മിക്സിലോട്ട് നമുക്ക് ഏലക്ക, ചുക്ക്, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെല്ലം ഉരുക്കി അരിച്ച് തണുപ്പിച്ചെടുത്തത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1/4 കപ്പ് യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത കട്ടത്തൈര്, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറോ ഗീയോ ആഡ് ചെയ്യാം. അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും തിക്ക് ബാറ്റർ ആയിരിക്കും. സാധാരണ കേക്കിൻ്റെ പോലെ ലൂസ് ആയിരിക്കില്ല, കുറച്ച് തിക്കായിട്ടിരിക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓറഞ്ച് ജ്യൂസിൽ കുതിർത്തി വെച്ചതാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ള് ടിന്നിൻ്റെ അടിയിൽ പോയി അടിയും. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ബ്രൗൺ കളറുള്ള വെല്ലം എടുക്കണം. ഈ വെല്ലത്തിന് കളർ കുറവാണ്, അതാണ് ഇങ്ങനെ ലൈറ്റ് കളറ്. നമുക്കിതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. കാഷ്നട്ട്, ബദാം, ചെറി, ടൂട്ടി ഫ്രൂട്ടി എല്ലാം. ഇനി 10 മിനിറ്റ് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. വൺ 160 ഡിഗ്രിയിൽ 40 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് വെന്തോന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഒന്ന് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റായ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.